കായംകുളം നഗരസഭ 24-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് ദാനവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 24-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് ദാനവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആരോഗ്യ സംരക്ഷണത്തിനും ലഹരി വിമുക്ത സമൂഹ നിർമ്മിതിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പുള്ളിക്കണക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു. ഒരു മെമ്പറാകണമെന്ന് പോലും മനസ്സിനെ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ചെയർമാൻ സ്ഥാനം കിട്ടി. കൂടുതലും നമ്മൾ വലിയ പ്രസംഗത്തിലൂടെ ഒന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കൂടുതൽ എൻ്റെ പ്രവൃത്തി, നമ്മൾ വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊന്നും കാഴ്ചവെച്ചിട്ട് കാര്യമില്ല, നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ കാഴ്ചവെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ 5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും കായംകുളത്തെ ഒരു പുതിയ കായംകുളമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ അധ്യക്ഷനായി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് കായംകുളം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് നേതൃത്വം നൽകി. ഞങ്ങളുടെ മുന്നിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി സോൾവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അത് ഒരു കൗൺസിലിംഗ് ചെയ്താലേ അത് ശരിയാകൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൗൺസിലേഴ്സിന് അവരിലേക്ക് വിടുകയാണ്. അവര് നോ എന്ന് പറയാതെ അവർ സമയം പറഞ്ഞ് ആ ആളുകൾക്ക് എല്ലാം കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവര് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി ശരിക്കും ജോലി ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങളെ കാണുക, സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൗൺസിലേഴ്സിനെ സമീപിച്ച് എന്റെ മോന്റെ പ്രശ്നം ഇതാണ്, എന്റെ മക്കളുടെ പ്രശ്നം ഇതാണ്. ഇതിപ്പം ലഹരി മാത്രമല്ല പ്രശ്നം, സൈബർ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അഫയേഴ്സ് ഉണ്ട്, അതായത് പ്രേമങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ. അത് തുടർന്ന് നടന്ന ചടങ്ങിൽ വാർഡിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത മുട്ടാണിക്കൽ, 36-ാം വാർഡ് കൗൺസിലർ മിനി അച്ഛൻകുഞ്ഞ് എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. PKKM ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ADS പ്രസിഡന്റ് ഷീന സ്വാഗതം പറഞ്ഞു. സ്നേഹിത ക്യാമ്പയിൻ നഗരസഭയുടെ കമ്മ്യൂണിറ്റി കൗൺസിലർ തൻസിയുടെ നേതൃത്വത്തിൽ നടന്നു. ADS സെക്രട്ടറി ഹിമ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.